ബിഗ് ബോസിലേക്ക് എത്തി ആദ്യ ആഴ്ചയിൽ തന്നെ രേണു സുധിയെ ലാലേട്ടൻ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ആ പറഞ്ഞ വാക്ക് പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിമാരുടെ ആവശ്യമില്ല എന്ന്. ഈ ഷോയോടും പ്രേക്ഷകരോടും കടുത്ത അനീതി നിങ്ങൾ കാണിച്ചിരിക്കുന്നു. ബിഗ് ബോസ് എന്ന ഈ ഷോയെക്കുറിച്ച് വലിയൊരു ക്യൂരിയോസിറ്റി ജനങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ് ഈ ഷോയുടെ സൗന്ദര്യം എന്ന് പറയുന്നതും. അത് ഈ സീസണിന്റെ ആദ്യത്തിൽ തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത്, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആ ഒരു ക്യൂരിയോസിറ്റി നശിപ്പിക്കരുത് എന്ന്. സത്യത്തിൽ ആ മനുഷ്യൻ അത് സംസാരിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു രോഷം ഇങ്ങനെ നുരഞ്ഞു പൊന്തുന്നുണ്ടായിരുന്നു. കാരണം രേണു സുധി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എലിമിനേഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ എലിമിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും, എന്നെ സ്നേഹിക്കുന്നവർ, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്നവർ, സുധി ചേട്ടനെ സ്നേഹിക്കുന്നവർ എല്ലാവരും വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് പോകുമ്പോൾ സത്യത്തിൽ ഇതിന്റെ പിൻപിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് ഒരു വെളിവുമില്ലാത്തവരാണോ? രേണു സുധി എന്തായാലും നല്ല മാന്യമായിട്ട് കൈ കഴുകിയിട്ടുണ്ട്. ഞാനത് ചെയ്തതല്ല, എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. ആരാണ് നിർബന്ധിച്ച് ചെയ്യിച്ചത്? കസിനാണെന്നാ പറയുന്നത്. എന്തായാലും നല്ല ഒന്നാം തരം PR വർക്ക് നടക്കുന്നുണ്ട്. ആ PRന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അയാളുടെ തലയിൽ ഉദിച്ച കുരുട്ടുബുദ്ധിയാണ് ഇപ്പോൾ പൊളിച്ചടുക്കപ്പെട്ടിരിക്കുന്നത്. ലാലേട്ടൻ പറഞ്ഞ ആ വാക്ക് കേട്ടില്ലേ? ഈ ഒരു ഷോയുടെ പിൻപിൽ 100-400 ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. നമുക്കിതൊരു വിനോദമാണ് എങ്കിൽ പോലും അതിന്റെ പിൻപിൽ വലിയൊരു കൂട്ടം ആൾക്കാരുടെ ഉപജീവനം കൂടി നടക്കുന്നുണ്ട്. അത്രത്തോളം മനോഹരമായി ഈ ഒരു ഷോയെ അണിയിച്ചൊരുക്കി മുൻപോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ അവരുടെയൊക്കെ വയറ്റത്തടിക്കുന്ന പരിപാടിയല്ലേ ഈ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും ഇത് ചോദ്യം ചെയ്തത് ഏറ്റവും വലിയ കാര്യമായി. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചകളിലെല്ലാം ഇതുപോലെ തന്നെ വരും. എപ്പോഴാണോ ഈ കക്ഷി എലിമിനേഷനിലേക്ക് എത്തുന്നത് ആ സമയങ്ങളിലെല്ലാം ഇതുപോലെയുള്ള വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് പരിങ്ങി, ഒന്ന് ഞെട്ടി, എന്നിട്ട് പറയുക ഇല്ല ലാലേട്ടാന്ന്. ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം വീഡിയോകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാ പോന്നിരിക്കുന്നത്. ആ വീഡിയോ വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ബിഗ് ബോസിലേക്ക് പോകുവാൻ തയ്യാറാകുന്ന മത്സരാർത്ഥികൾ ആരും കാണിക്കാത്ത അതിബുദ്ധിയും ധൈര്യവുമാണ് രേഷ്മ തങ്കച്ചൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. 6 സീസണുകൾ പിന്നിട്ടു 7ാം സീസണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 6 സീസണുകളിലും വന്നു കയറിയിട്ടുള്ള മത്സരാർത്ഥികൾ എല്ലാവരും മണ്ടന്മാരായിരുന്നോ? ഇപ്പോൾ ഈ സീസണിൽ വന്നു കയറിയിരിക്കുന്ന ഏകദേശം 19ഓളം ആൾക്കാർ ഇവരും മണ്ടരാണോ? അവരാരും കാണിക്കാത്ത അതിബുദ്ധിയാണ് രേണു സുധിയുടെയും തന്റെ PR വർക്കേഴ്സിന്റെയും തലയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത് പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിയുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന്. ഇതിൽ പരം ഒരടി അവർക്കിനി എങ്ങനെയാണ് ലഭിക്കാനുള്ളത്? അടിച്ച് ലാലേട്ടൻ അവരെ ഷെഡിൽ കയറ്റിക്കളഞ്ഞില്ലേ? ഇത് നെറികേടാണെന്നും ഇത് തെറ്റാണ് ചെയ്തത് എന്നുമുള്ള രീതിയിൽ നമ്മളൊക്കെ വീഡിയോ ചെയ്തു. ആ വീഡിയോകളുടെ ഒക്കെ കീഴിൽ വന്നിട്ട് PR വർക്കേഴ്സ്, ആരാധക വൃന്ദങ്ങൾ അങ്ങ് നിരങ്ങുമായിരുന്നു. നിങ്ങൾക്ക് എന്താണ് അതിന് പ്രശ്നം? അവർ ജയിക്കുവാൻ വേണ്ടിയാണ് കളിക്കുന്നത്. അവരുടെ ഏറ്റവും നല്ല സ്ട്രാറ്റജിയാണ് അവരിപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്കിഷ്ടമാണ്, ഞങ്ങൾ രേണു സുധിയെ സ്നേഹിക്കുന്നു, ഐ ലവ് യു രേണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തുകയായിരുന്നു ആരാധകരൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ എന്താണ് പറയുക? രേണു കാണിച്ചത് ശരിയാണോ തെറ്റാണോ? അതോ ലാലേട്ടൻ അത് തുറന്നു പറഞ്ഞതിൽ കൂടി ലാലേട്ടനാണോ തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നത്? രേണു സുധി ചെയ്ത ഒരു നല്ല കാര്യത്തെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതിന് പകരം, അവരുടെ കുടില ബുദ്ധിയെ അഭിനന്ദിക്കേണ്ടതിന് പകരം സമൂഹത്തിന്റെ മുൻപിൽ അവരെ പരസ്യമായിട്ട് തൊലിയുരിച്ച് കാണിക്കുവാൻ തയ്യാറായ ലാലേട്ടനാണോ വൃത്തികേട് കാണിച്ചത്? അതോ ഈ അതിബുദ്ധി കാണിച്ച നിങ്ങളുടെ ഭാഷയിൽ ഏറ്റവും നല്ല ഗെയിം, ആ ഗെയിം സ്ട്രാറ്റജി പുറത്തെടുത്ത രേണു സുധിയാണോ അഭിനന്ദിക്കേണ്ടത്? ആരാധകർക്ക് തീരുമാനിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. രേണുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അവരുടെ പ്രവർത്തികൾ, സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഇതെല്ലാം പുറം ലോകം കാണുകയും ഇവരെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അസ്വാഭാവികമായത് പലതും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിമർശിക്കാറുണ്ട്. അത് തെറ്റാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അവർ പറയുന്നത് അവർ പാവപ്പെട്ട ഒരു വിധവയല്ലേ, ജീവിക്കുവാൻ വേണ്ടി അവർ കഷ്ടപ്പെടുകയല്ലേ, 2 കുഞ്ഞുങ്ങൾക്ക് അരി മേടിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ കാണിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിനേക്കാൾ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒത്തിരി വിധവമാരുണ്ട്. കിടപ്പാടമില്ലാതെ കഷ്ടപ്പെടുന്ന, ഭർത്താവ് മരിച്ചുപോയവരും ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവരുമായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇതിനേക്കാൾ അധികം കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയും ഒടുവിൽ കഴിവിന്റെ പരമാവധി അഭിമാനത്തോടുകൂടി നിന്നുകൊണ്ട് പോരടിച്ച് തന്റെ കുഞ്ഞുങ്ങളെ പോറ്റുകയും ചെയ്യുന്ന ധാരാളം വിധവമാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. വയറ്റിപ്പിഴപ്പിന് വേണ്ടി കൊച്ചുങ്ങളെ വളർത്തുവാൻ വേണ്ടി എന്തും ചെയ്യാം, എന്തും പറയാം, എങ്ങനെയും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാം, ഇങ്ങനെയൊന്നും ഇവര് തീരുമാനിച്ചതായിട്ടും പ്രവർത്തിച്ചതായിട്ടുമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ രേണു അവരങ്ങനെ ആയിരുന്നില്ല. അവരോരോ ദിവസവും അവരെ വിമർശിക്കുവാനുള്ള സംഗതികൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. നെഗറ്റിവിറ്റി ഉണ്ടാക്കുവാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കുകയാണ്. ഓരോ ദിവസവും അവർക്കെതിരെ വരുന്ന നെഗറ്റീവ് കമന്റുകൾ ഇതൊന്നും അവർ കാണുന്നില്ല, കേൾക്കുന്നില്ല, കാണുകയുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അടുത്ത ഇന്റർവ്യൂകളിൽ ഇന്നലകളിൽ വന്നിട്ടുള്ള നെഗറ്റീവ് കമന്റുകൾക്കുള്ള മറുപടിയാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായിരിക്കുവാൻ വേണ്ടി അവർ കഴിവിന്റെ പരമാവധി കുത്തിത്തിരിപ്പുകൾ നടത്തി.
ആ കുത്തിത്തിരിപ്പിന്റെ അനന്തര ഫലമായിട്ടാണ് ബിഗ് ബോസിനുള്ളിലേക്ക് അവർക്ക് വാതിൽ തുറക്കപ്പെട്ടത്. എന്നാൽ ആരാണോ അവരുടെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചത്, ആ ഒരു ഷോയെയും ആ ഷോയുടെ സംഘാടകരുടെയും എല്ലാം ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ വീഡിയോയും എടുത്തു, പോസ്റ്റ് ചെയ്തു. അവർ മിടുക്കിയായി. എന്തായാലും ലാലേട്ടൻ ഇത് പൊളിച്ചടുക്കിയതിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് നിങ്ങളെ. രേണുവിന് എത്ര കൈതൊഴുതിട്ടും കാര്യമില്ല, എത്ര ഏത്തമിട്ടിട്ടും കാര്യമില്ല. നിങ്ങളുടെ റിയൽ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും സമൂഹത്തിന് കൂടുതൽ കൂടുതൽ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യസന്ധത എന്ന് പറയുന്നത് ലെവലേശം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾ കണ്ടന്റുകളുമായി വന്ന സമയം മുതൽ ജനങ്ങൾ പറയാൻ തുടങ്ങിയതാണ്. അത് നിങ്ങൾ വ്യക്തമായി തെളിയിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലാലേട്ടൻ നിങ്ങളെ ലോകത്തിന്റെ മുൻപിൽ തുറന്നു കാണിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴി ഇത്രയും കാലം നിങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ പറഞ്ഞത് 100% ശരിയായിരുന്നു എന്നുള്ളത് അടിവരയിട്ട് ഇന്ന് ലാലേട്ടൻ തെളിയിച്ചിരിക്കുകയാണ്. അതെ, നിങ്ങൾ ക്രൂക്കഡ് വേയിൽ കൂടി സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവരും ഇതേ ക്രൂക്കഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ, ഈ ഉടായ്പകളൊക്കെ ചെയ്തിട്ട് ബിഗ് ബോസിനകത്തേക്ക് വന്ന് ഞെളിഞ്ഞിരിക്കുവാൻ എങ്ങനെയാണ് പറ്റുക? മുൻപൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുവാൻ കുറെ ആൾക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവരും കള്ളത്തരങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്, ഉടായിപ്പിന്റെ ആരാധകരാണ് അവരും. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് സുഖിക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോരോ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഈ ടേസ്റ്റ് ഇത് ചേർന്ന് വരുന്ന ആൾക്കാരാണ് ഈ സപ്പോർട്ടുമായിട്ട് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഈ വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയണം. അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി, അങ്ങ് വിട്ടുകള, ഇനി അതുണ്ടാകത്തില്ലെന്ന് അവർ മാപ്പ് പറഞ്ഞില്ലേ, അവർ ഏത്തവിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇനി അടുത്ത മെഴുകൽ നടക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും മെഴുകിയത് കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ അവർക്ക് കിട്ടിയ ഈ അടിയിൽ നിന്നും അവരെങ്ങനെ ഇനി തിരിച്ചു കയറി വരും എന്നുള്ളതാണ് കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം. മാന്യമായി അതിനകത്ത് നിന്നുകൊണ്ട് ഗെയിം ഷോയിൽ മുമ്പോട്ട് പോകുവാൻ അവർക്ക് എങ്ങനെ സാധിക്കും? അപകർഷബോധം കൊണ്ട് അവരുടെ ചുറ്റുപാടും ഇരിക്കുന്ന വ്യക്തികളുടെ മുൻപിൽ അവരുടെ തല കുനിഞ്ഞു പോവുകയാണ്. സ്വയം വരുത്തിവെച്ച വിനയാണ് ഇതൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ആ പഴഞ്ചൊല്ലിന്റെ പ്രത്യക്ഷമായ ഒരു നിവർത്തീകരണം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ എവിടെയും താഴില്ല എന്ന് പറഞ്ഞ് പെരുവരലിൽ കുത്തിച്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അന്നത് തെറ്റാണെന്ന് പറഞ്ഞ മുഴുവൻ ആൾക്കാരെയും വെല്ലുവിളിച്ച് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ള വലിയ ആവേശത്തോടു കൂടി ആയിരുന്നല്ലോ ബിഗ് ബോസിനകത്തേക്ക് വന്നു കയറുകയും ചെയ്തത്. എന്നാൽ ഇതിനകത്ത് വെച്ച് ലോകം മുഴുവൻ കാണെ നിങ്ങളിപ്പോൾ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ബിഗ് ബോസിനുള്ളിലെ രേണു സുധിയുടെ ഗെയിം, അങ്ങനെ ഒരു ഗെയിം അവർക്ക് അതിനകത്തില്ല. അനീഷിനോട് 1-2 പ്രാവശ്യം ചൂടാവുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒരു ഗെയിം സ്ട്രാറ്റജിയോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളോ ഒന്നും രേണുവിന്റെ വായിലൊന്നും കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ടിട്ടും സംഭവിച്ചിട്ടില്ല. ആകെ ഡൗൺ ആയി താൻ നിലനിൽക്കുകയാണ് അതിനകത്ത്. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ലാലേട്ടൻ ഇരുട്ടടി അടിച്ചതുപോലെ ഈ സോഷ്യൽ മീഡിയയിലെ കമന്റ് പരസ്യമായി വായിച്ചു കേൾപ്പിച്ചതും. എന്തായാലും അടപടലം 3G ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്, എങ്ങനെ ഇതിനകത്തൊന്ന് കരകയറി വരും എന്നൊക്കെയാണ് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുള്ള കാര്യം. ദൈവം പണ്ട് പിന്നെയായിരുന്നു, ഇപ്പോൾ കൂടെയാണ് എന്ന് പറയുന്നത് പോലെ എത്ര പെട്ടെന്നാണ് രേണു സുധിയുടെ ആ ഹുങ്കിനുള്ള തിരിച്ചടി ലഭിച്ചത്. രേണു സുധിയെ സമൂഹത്തിന്റെ മുൻപിൽ തുറന്നു കാണിക്കപ്പെട്ടത്. ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. ഈ അടികൾക്കെല്ലാം ഒരു തിരിച്ചടിയുണ്ട് എന്നുള്ളത് എത്ര കൃത്യമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എന്തായാലും ആരാധകർ പിന്തുണ അവസാനിപ്പിക്കരുത്. മാക്സിമം പിന്തുണ നൽകുക, സോഷ്യൽ മീഡിയയിലുള്ള ക്യാമ്പയിൻ നടത്തുക. എങ്കിലും ലാലേട്ടൻ പറഞ്ഞതുപോലെ ഈ വീഡിയോകളൊന്നും നിങ്ങളെ വിജയിപ്പിക്കില്ല. നിങ്ങൾ ബിഗ് ബോസിനുള്ളിൽ എങ്ങനെയായിരിക്കുന്നുവോ അതിനനുസരിച്ചാണ് പ്രേക്ഷക ലോകം വിധി എഴുതുന്നത്. ആ വിധിക്കനുസരിച്ചായിരിക്കും നിങ്ങൾ ജയിക്കുകയോ തോക്കുകയോ ചെയ്യുന്നത്. പിന്നെ വിഡ്ഢി കുശുമാണ്ടങ്ങളായ ചില പ്രേക്ഷകരെയൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ കബളിപ്പിക്കാൻ പറ്റും. പക്ഷെ ബിഗ് ബോസിനെ കബളിപ്പിക്കാൻ പറ്റില്ല. വേണ്ടി വന്നാൽ ബിഗ് ബോസ് ഇനിയും ഇറങ്ങിക്കളിക്കും. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ആരാധക സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.